വിളക്ക് അടുപ്പത്തുമാകാമെന്ന ചൊല്ലുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയുന്നത് പോലെ എനിക്ക് ശേഷമുള്ളതെല്ലാം പ്രളയമെന്ന്. ഈ പെരുന്തച്ചൻ കോംപ്ലക്സുകളുടെ കാലം കഴിഞ്ഞു. മാറുന്ന കാലമാണിപ്പോൾ. സ്ത്രീകളും ദളിതരും മുഖ്യധാരയിലേക്ക് കടന്നു വന്നപ്പോൾ വന്ന മാറ്റങ്ങൾ മലയാള സിനിമയും പ്രേക്ഷകരും കണ്ടത് ചെറുതാണ്. മാടമ്പിമാരുടെ തമ്പുരാക്കന്മാരുടെയും എല്ലാം മുറ്റത്തുനിന്ന് വെള്ളിത്തിരയുടെ ക്യാമറകൾ അടിസ്ഥാന വർഗത്തിന്റെ കഥകളിലേക്കും പെണ്ണൊരുമ്പെടരുതെന്ന് എഴുതിയ ഡയലോഗുകൾ അത് തിരുത്തി പെണ്ണ് നയിക്കും, അവളിനി ആട്ടും തുപ്പും കൊണ്ട് ജീവിക്കില്ല എന്നായി മാറുന്നതുമൊക്കെയാണ് നമ്മൾ കണ്ടത്. ജാതിയിൽ താഴ്ന്നവൻ വില്ലനും നായകന്റെ സിൽബന്തിയും മാത്രമാകുന്നതും സ്ത്രീ നായകന്റെ അടികിട്ടിയാൽ നന്നാകുന്നതുമായ എത്രയോ സ്റ്റീരിയോ ടൈപ്പുകൾ മലയാള സിനിമയിൽ അവസാനിച്ചു കഴിഞ്ഞു. ആ കാലത്ത് തിരശീലയ്ക്ക് മുന്നിലും പിന്നിലും അവഗണിക്കപ്പെട്ട ശബ്ദങ്ങൾക്ക് സ്പേസ് കിട്ടിത്തുടങ്ങുമ്പോൾ ആ പ്രാധാന്യം കൊടുക്കരുതെന്ന് ഏത് വിശ്വ ചലച്ചിത്രകാരൻ പറഞ്ഞാലും എങ്ങനെയാണ് അംഗീകരിക്കുക? താൻ പറഞ്ഞത് തെറ്റാണെന്ന് തിരുത്തുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ വഴിയെ പോകുന്ന ഒരു സ്ത്രീ എന്ന് എന്നെ തിരുത്താൻ വളർന്നോ എന്ന് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു പേരുകെട്ട സംവിധായകന് ചോദിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? പട്ടികജാതി പട്ടികവർഗവും വനിതകളും മെറിറ്റും കഴിവും ഇല്ലാത്തവരാണ്, അതുകൊണ്ട് അവർക്ക് മാത്രം പരിശീലനം കൂടിയേ തീരൂ എന്ന് സിനിമാ കോൺക്ലേവ് വേദിയിൽ വിളിച്ചു പറയാൻ ഒരാൾക്ക് കഴിയുന്നത് എന്ത് വരേണ്ട ബോധ്യത്തിലാണ്? മാറിയ കാലം ഇതൊക്കെ ചവറ്റുകുട്ടയിൽ തള്ളുമ്പോഴും ഇതിന് കൈയടിക്കാൻ പലരും ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചോദിക്കുന്നത്.